ഒരു സിനിമയ്ക്ക് യേശു എന്ന പേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈശോ എന്ന് പേരിട്ടുകൊണ്ട് എന്താണ് ക്രൈസ്തവർക്ക് ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. FBയിൽ കുറേ പോസ്റ്റുകൾ ഈ ഇടയ്ക്ക്, അതായത് ക്രൈസ്തവരിട്ട കുറേ പോസ്റ്റുകൾക്ക് കമൻ്റായും ചില വൈദികർ തന്നെ രംഗത്ത് വന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാവരും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഒരു പേരിന് ഇത്രയും കാര്യം ഇരിക്കുന്നു? ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പേരുകൾ ഇട്ടിട്ടുണ്ടല്ലോ, ക്രൈസ്തവരെ സംബന്ധിച്ചുള്ള പല പേരുകളും പല സിനിമയ്ക്കും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഈ ഈശോ എന്നുള്ളൊരു പേര് അല്ലെങ്കിൽ യേശു എന്നുള്ളൊരു പേര് ഇട്ടതുകൊണ്ട് മാത്രം എന്താണ് നിങ്ങൾക്ക് ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുന്നവരുണ്ട്. നാദൃഷ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരു കലാകാരനാണ്, അതുകൊണ്ട് എല്ലാവരുടെയും മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയൊക്കെ ആദരിക്കുന്നവനാണ്, പക്ഷേ നോട്ട് ഫ്രം ദ ബൈബിൾ എന്ന് ഞാൻ എടുത്ത് മാറ്റുന്നു, എന്നാൽ ഈശോ എന്നുള്ളത് മാത്രം ഞാൻ മാറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട്, അതായത് ഈശോ എന്നുള്ള പേര് അദ്ദേഹം മാറ്റത്തില്ല. അദ്ദേഹത്തിനോടൊന്നും ചോദിക്കാനുള്ള കാര്യം, താങ്കൾക്ക് ബൈബിളിലെ പേര് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബൈബിളിൽ ധാരാളം പേരുകളുണ്ട്. ഇതിനു മുമ്പും പല സിനിമയിലും പല പേരുകളും എടുത്തിട്ടും ക്രൈസ്തവർ ഇത്രയേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ക്രൈസ്തവർ ഈശോ എന്ന പേരിന് ഇത്ര വില കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയാനുള്ള ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈശോ എന്നുള്ള നാമം അത് സ്വർഗം തന്നതാണ്. ആ നാമത്തിന് അത്രയേറെ മഹത്വം ക്രൈസ്തവർ കൽപ്പിക്കുന്നുണ്ട്. ഈശോ എന്നുള്ളൊരു നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ നിമിഷം വരെ കാലാകാലങ്ങളായി എത്രയേറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ലോകത്തിൽ എത്രയേറെ സ്ഥലങ്ങളിൽ ഈശോ എന്നുള്ള നാമം കൊണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നു. ഇതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈശോ എന്ന നാമത്തിന് അത്രയേറെ വില ക്രൈസ്തവർ നൽകുന്നുണ്ട്. ആ നാമമാണ് താങ്കൾ മിസ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ താങ്കളുടെ വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം, അവിടെ മാലാഖ ഔസേപ്പിതാവിനോട് സ്വപ്നത്തിൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഇപ്രകാരമാണ്, അതായത് മാലാഖ ഔസേപ്പിതാവിനോട് പറയുകയാണ്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അതായത് ഈ നാമം അത് ഔസേപ്പിതാവും മാതാവും വെറുതെ കൊണ്ടിട്ടതല്ല, അവർക്ക് മാലാഖമാരാൽ പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത നാമമാണ്. ആ നാമമാണ് പിന്നീട് ലോകം മുഴുവൻ്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ടത്. ഈ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം രക്ഷ പ്രാപിക്കുന്നവർ നിരവധിയാണ്. നാദൃശയോട് പറയാനുള്ളത്, ക്രൈസ്തവ യുവാക്കളിലെ ഒരാളായി നിന്ന് അവർക്ക് വേണ്ടി കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾക്ക് ഏതു പേര് വേണമെങ്കിലും താങ്കളുടെ സിനിമയ്ക്ക് വേണ്ടി എടുക്കാം. ഇനിയിപ്പോൾ ബൈബിളിൽ നിന്ന് വേണം എന്ന് താങ്കൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ബൈബിളിലുള്ള മറ്റേത് പേര് വേണമെങ്കിലും താങ്കൾ എടുത്തുകൊള്ളുക. യേശു എന്ന നാമം അത് വിശുദ്ധ നാമമാണ്. അത് സ്വർഗം വെളിപ്പെടുത്തി തന്ന നാമമാണ്. അത് അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാമമാണ്. അതുമാത്രം ഒന്ന് ഒഴിവാക്കുക. ഈ കാലം അത്രയും ക്രൈസ്തവ കൂദാശകളെയും ക്രൈസ്തവ ആചാര അനുഷ്ഠാനങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്ന, അവജ്ഞതയോടെ അവതരിപ്പിക്കുന്ന പല റിയാലിറ്റി ഷോകളും സിനിമകളും പേരുകളുമൊക്കെ സിനിമയിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും നിരവധി വന്നിട്ടുണ്ട്. ക്രൈസ്തവർ വേണ്ടത്ര പ്രതികരിച്ചില്ല. ഇനിയും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ, ശക്തമായി ഇതിനെതിരെ പോരാടാൻ സഭയിൽ ധാരാളം യുവജനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ഉണർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നാദൃശ അടക്കമുള്ള സിനിമാ പ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ക്രൈസ്തവരെ തക്കം പാർത്ത് നോക്കിയിരിക്കുന്ന ഹിഡൻ അജണ്ടയുള്ള മറ്റ് തൽപര കക്ഷികളും ഓർത്തിരിക്കുക.